എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് കർക്കിടക മാസത്തിലും അല്ലെങ്കിൽ ചില ഭവനങ്ങളിൽ എല്ലാ മാസത്തിലും ചില സ്ഥലങ്ങളിൽ ഗൃഹപ്രവേശന സമയത്ത് അങ്ങനെ മറ്റ് പല സമയങ്ങളിലായിട്ട് ഗണപതി ഹോമം നടത്താറുണ്ട്. ഈ ഗണപതി ഹോമം നടത്തുന്ന അവസരത്തിൽ ആ കുടുംബത്തിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കാര്യം ശ്രദ്ധിക്കാതെ നമ്മൾ ഗണപതി ഹോമം ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങളിനി എത്ര വലിയ ഹോമമോ പൂജയോ എന്ത് ചെയ്തിട്ടോ ഒരു കാര്യമില്ല. പക്ഷേ ഈ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. നമ്മൾക്കറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നുണ്ടെങ്കിൽ ആദ്യം ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തും, തടസ്സങ്ങളില്ലാതെ പോകാൻ വേണ്ടിയിട്ട്. അത് ഗൃഹപ്രവേശനമായാലും വേണ്ട. ചില സ്ഥലങ്ങളിൽ പഴയ കാലത്ത് വീടുകളിൽ വിവാഹം നടക്കുന്ന സമയത്ത്, വിവാഹത്തിന് തൊട്ട് മുമ്പുള്ള സമയത്ത് പോലും ഈ ഗണപതി ഹോമം ചെയ്യാറുണ്ട്. ഇനി കട തുടങ്ങുന്നു, ഒരു കുട്ടിക്ക് ഇനി ഒരു നല്ലൊരു ജോലി കിട്ടി, ആ ജോലി കിട്ടിയിട്ട് പോകുന്നതിന് മുമ്പായിട്ടും വീടുകളിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില വീടുകളിൽ മാസാമാസം സംക്രമത്തിനോ അല്ലെങ്കിൽ ഏതൊരു സമയത്തായിട്ട് ഈ ഗണപതി ഹോമം ചെയ്യാറുണ്ട്. ഇനി ഒന്നുമില്ലെങ്കിൽ വർഷത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ വീട്ടിൽ ഗണപതി ഹോമം നടത്തുന്നത് ഉത്തമമാണ്. എന്താണ് അങ്ങനെ ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും ഗണപതി ഹോമം നടത്തിയാലുള്ള ഗുണം എന്നറിയോ? അത് പരമാവധി ഈ കർക്കിടകത്തിൽ നടത്തുന്നതായിരിക്കും ഉത്തമം കേട്ടോ. അതിന് കാരണം, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ പല തരത്തിലുള്ള രോഗാണുക്കളും വന്ന് നിറയുന്നൊരു സമയമാണ് കർക്കിടകം. ഈ കർക്കിടക മാസത്തിൽ മഴ പെയ്യുന്നതോട് കൂടിയിട്ട് അന്തരീക്ഷത്തിൽ ചൂടിൻ്റെ ഇത് കുറയുന്നതോട് കൂടിയിട്ട് എന്താവും, വീടിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള രോഗാണുക്കൾ വന്ന് നിറയും. ഈർപ്പം നിൽക്കുമ്പോൾ അതിനനുസരിച്ച് രോഗാണുക്കൾ ഉണ്ടായി തുടങ്ങും. ഇത് കർക്കിടകമെന്ന് നമ്മൾ ചിന്തിക്കണ്ട. നല്ലപോലെ മഴ പെയ്യുന്ന സമയം എപ്പോഴാണോ അപ്പോഴാണ്. അത് മിഥുനത്തിലായാലും ഇനി ചിങ്ങത്തിലാണ് നല്ല മഴയാണ്, കുരിച്ചിരുന്ന മഴയാണ്, ആ സമയത്തായാലും ചെയ്യാം. ഈ സമയത്താണ് ഗൃഹാന്തരീക്ഷം ഏറ്റവും കൂടുതൽ ദുഷിക്കുന്നത്. ആ ഗൃഹാന്തരീക്ഷം ശുദ്ധമാക്കാൻ വേണ്ടിയാണ് ശ്രീ ഭഗവതിക്ക് വെക്കുന്ന ചടങ്ങുകളൊക്കെ വീടുകളിൽ നടത്തുന്നത്. അതിൽ തന്നെ പെട്ട ഒരു ഭാഗമാണ് ഗണപതി ഹോമം നടത്തുക എന്നുള്ളത്. മാസത്തിൽ നടത്തുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും നടത്തുന്നത് നന്നായിരിക്കും. അത് ഈ ഒരു സമയത്ത് നടത്തുന്നതാണ് ഉത്തമം. അപ്പോൾ ഈ ഗണപതി ഹോമം ചെയ്യുമ്പോൾ ആ ഗണപതി ഹോമത്തിൽ നിരവധി വസ്തുക്കൾ ഇട്ടിട്ട് ആഹുതി ചെയ്യുന്നുണ്ട്, അവിടെ ആ അഗ്നിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അഗ്നിയിൽ ഈ പറയുന്ന സാധനങ്ങളെല്ലാം കത്തി എരിയുമ്പോൾ ഉണ്ടാകുന്ന പുകയുണ്ടല്ലോ, ഈ പുക വീടിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം, വീടിൻ്റെ എല്ലാ മുറിയിലേക്കും ഇത് എത്തണം. അപ്പോൾ അവിടെയുള്ള എല്ലാ രോഗാണുക്കളെയും അണുക്കളെയും മാലിന്യങ്ങളെയൊക്കെ ശുദ്ധമാക്കും, നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് എനർജിയാക്കും എന്നാണ് വിശ്വാസം. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അത് അന്ധവിശ്വാസമായിട്ട് പറയും, പക്ഷേ ഇതെല്ലാം വിദേശത്തിലുള്ള പലതരത്തിലുള്ള സയൻറ്റിസ്റ്റുകൾ ഇതൊക്കെ പരീക്ഷണം നടത്തി തെളിയിച്ച് അവിടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ അന്ധവിശ്വാസമായിരിക്കും. അപ്പോൾ ഗണപതി ഹോമം ചെയ്യുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണമാണ് ഇതിൻ്റെ പുക കൊണ്ട് ആ ഗൃഹാന്തരീക്ഷം മുഴുവൻ ശുദ്ധമാകുന്നു എന്നുള്ളത്. ആ ഒരൊറ്റ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഗണപതി ഹോമം ചെയ്യാനുള്ള ഉൾക്കരുത്തേകും. അതോടൊപ്പം തടസ്സങ്ങൾ, അടുത്ത നെഗറ്റീവ് എനർജി പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ തടസ്സങ്ങൾ ഇല്ലാതാകുന്നു എന്നും കൂടി വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമ്മുടെ തടസ്സം എന്താണ്? നെഗറ്റീവ് എനർജിയാണ്. നമ്മുടെ ഉത്സാഹക്കുറവും ഒക്കെ അതിൽ പെടും. അതൊക്കെ മാറിയൊരു പുതിയൊരു മനുഷ്യനായി തീരാനും ഇത് ഉപകരിക്കും. എന്നാൽ ഈ ഗണപതി ഹോമം ചെയ്യുമ്പോൾ ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ അല്ല, ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഗണപതി ഹോമം ചെയ്യേണ്ടത് പുറമേ നിന്ന് ഒരാൾ വന്നിട്ടല്ല കേട്ടോ. എല്ലാ വീടുകളിലും അഗ്നിഹോത്രം നടത്തണമെന്ന് പറയും, അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഗണപതി ഹോമം. അപ്പോൾ ആ വീട്ടിലുള്ള ആൾ തന്നെയാണ് ഗണപതി ഹോമം ചെയ്യേണ്ടത്. ഒരുവിധം പണ്ട് കാലങ്ങളിലൊക്കെ തന്നെ അങ്ങനെ ആയിരുന്നു. ആ വീട്ടിലുള്ള ആൾ തന്നെ സ്വയം ഗണപതി ഹോമം ചെയ്യും, അല്ലെങ്കിൽ ഈ അഗ്നിഹോമം ചെയ്യും. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമുക്കതറിയില്ല, നമ്മൾക്കത് പഠിച്ചിട്ടില്ല. അതുമല്ല, നമുക്ക് പഠിപ്പിച്ച് തരാൻ ആളില്ലായില്ല. നമുക്ക് പഠിപ്പിച്ച് തരാറില്ല. കാരണം വെച്ചാൽ എന്താ, അതൊന്നും നിങ്ങൾ പഠിക്കേണ്ടതല്ല, അത് നമ്മൾ മാത്രം ചെയ്യേണ്ടതാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു വിഭാഗം ആൾക്കാർ അത് കൈയടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത് മാറി കേട്ടോ. ആ വിഭാഗത്തിൽപ്പെട്ട തന്നെ ശ്രേഷ്ഠന്മാരായ ചില ആൾക്കാർ എല്ലാവരിലേക്കും ഇത് എത്തേണ്ടതാണെന്നുള്ള മഹത്വം മനസ്സിലാക്കിയിട്ട് അത് വിശദമായി പഠിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗണപതി ഹോമം നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കിത്തരാം. നിങ്ങൾ എല്ലാവർക്കും പഠിക്കാനുള്ളൊരു അവസരം ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. നിങ്ങൾക്കത് കേട്ട് മനസ്സിലാക്കി സ്വന്തം വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാം. ഏതായാലും ഇപ്പോൾ നമുക്കത് പഠിച്ചിട്ടില്ലല്ലോ, നമുക്കിത് ചെയ്യും വേണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ചെയ്യുകയാണെങ്കിലോ മറ്റൊരാൾ ചെയ്യുകയാണെങ്കിലോ, നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണല്ലോ മറ്റൊരാളെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ചെയ്യിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിലോ മറ്റൊരാൾ ചെയ്യുകയാണെങ്കിലോ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഏതായാലും ചെയ്യുന്നില്ല, നമ്മുടെ വീട്ടിൽ മറ്റൊരാളെ കൊണ്ടുവരികയാണ്, ഒരു ആചാര്യനെ കൊണ്ടുവന്നിട്ടാണ് ചെയ്യിക്കുന്നത് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ആചാര്യനെ തന്നെ തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണം. എന്ത് ഈ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ കാണാൻ ഭംഗിയാണോ? അല്ല. അറിവാണോ? അറിവ് മാത്രമല്ല. അറിവ് അതിൽ പ്രധാന ഘടകമാണ് എന്നാൽ അത് മാത്രമല്ല. ബ്രഹ്മത്തെ അറിയുകയും ആ ബ്രഹ്മത്തെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നവനാണ് ബ്രാഹ്മണൻ എന്നാണ് പറയുന്നത്. എന്നാൽ ബ്രഹ്മത്തെ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ജീവിതത്തിൽ പകർത്താത്ത ഒരാളെ നമ്മൾ ഈ കാര്യത്തിന് ഉപയോഗിക്കരുത്. അറിഞ്ഞതുകൊണ്ട് മാത്രമല്ല, അറിവുണ്ടായിട്ട് കാര്യം മാത്രമല്ല, അറിവ് ജീവിതത്തിൽ പകർത്തണം. അതിലൊന്നാണ് ഇങ്ങനെയുള്ള കർമ്മം ചെയ്യുമ്പോൾ അത് ബിസിനസ്സായി കാണാതെ ചെയ്ത് ഒരു ഗണപതി ഹോമം നടത്തി കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ ആളെ പരമാവധി ചൂഷണം ചെയ്യുന്ന നിരവധി ആൾക്കാരുണ്ട്. അങ്ങനെ പണത്തിനോട് ആർത്തിയുള്ള ആൾക്കാരെ ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കരുത്. ഇത് ഈശ്വരീയമായ കർമ്മമാണ്. ഇതിൽ എനിക്കൊരു ഭാഗ്യം സിദ്ധിച്ചതാണ്, ആ അവസരം ഞാൻ അവിടെ ചെയ്യുന്നു, ആ അവസരത്തിൽ അവരെ പോലെ തന്നെ പുണ്യം എനിക്കും കിട്ടുന്നുണ്ട്, അവരെ പോലെ തന്നെ ആ എനർജി എനിക്കും കിട്ടുന്നുണ്ട് എന്ന ചിന്തയോടുകൂടി അവിടെ വന്ന് ചെയ്യുന്ന കർമ്മം ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ സന്തോഷപൂർവ്വം കൊടുക്കുന്ന ദക്ഷിണ എന്താണോ അത് എത്രയാണെന്ന് പോലും നോക്കാതെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ആളായിരിക്കണം യഥാർത്ഥത്തിലുള്ള ഒരാചാര്യൻ. അതായിരിക്കണം. എന്നാൽ ഈ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലൊരു അവസ്ഥ എന്താണെന്നല്ലോ, ഒരു ഗണപതി ഹോമം, ഒരു ഗൃഹപ്രവേശനത്തിൻ്റെ സമയത്ത് ഒരു ഗണപതി ഹോമം നടത്താൻ വേണ്ടിയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം കരാറാക്കല. എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, ബഹുഭൂരിപക്ഷ ആൾക്കാരും, അവിടെയുള്ള ആൾക്കാർ പലരും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടും ഒക്കെ എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഇങ്ങനെയാണ് നമ്മൾ ഗൃഹപ്രവേശന സമയത്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, ഇത്ര പൈസക്ക് കരാറാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയും. ഇത് കരാറാക്കേണ്ട കാര്യമല്ല കേട്ടോ. ഗണപതി ഹോമം കരാറായി ചെയ്യേണ്ടതല്ല. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അവരുടെ മനസ്സ് നല്ലതല്ലാത്തതുകൊണ്ട് അവിടെ അവർ ചെയ്യുന്ന ഒരു കർമ്മവും നന്നാവില്ല. ശുദ്ധമായ മനസ്സോടുകൂടി ഭഗവത് സേവ ചെയ്താൽ മാത്രമേ ഒരു ഗുണം കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഒരുപാട് പൈസയും കൊടുത്ത് വല്ല കേവലമായിട്ടുള്ള ആഢ്യനായിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ശ്രദ്ധ വേണം, അത് കൃത്യമായിട്ട് ഈശ്വര സേവയാണ് എന്നുള്ള ചിന്തയോടുകൂടി അവിടെ വന്ന് ചെയ്യുന്ന ആളായിരിക്കണം. അതിൽ പണത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ആൾ. ചില ആൾക്കാർ ഗണപതി ഹോമത്തിൻ്റെ ചാർട്ട് എഴുതുമ്പം അതിൽ വസ്ത്രങ്ങളൊക്കെ 2-3 വസ്ത്രങ്ങളൊക്കെ എഴുതും. ഇതൊക്കെ കൊണ്ടുപോകാനാ. എന്നാൽ ചില ആൾക്കാർ, എനിക്ക് നല്ലതുപോലെ അറിയുന്ന ഒരു ആളുണ്ടായിരുന്നു, ആളുടെ പേര് പറയാൻ എനിക്കൊരു മടിയില്ല കേട്ടോ. നമ്മുടെ തളിപ്പറമ്പ ശ്രീ രാജരാജേശ്വര ക്ഷേത്രം തന്ത്രി മരിച്ചുപോയ നടുവത്തില്ലത്ത് നാരായണൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠനായ ഈശ്വരതുല്യനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോഴല്ല, ഒരു 10, 22, 25 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ വീട്ടിൽ ഗണപതി ഹോമം നടത്തിയിരുന്നു. ഗണപതി ഹോമം നടത്തിയിട്ട് അപ്പോൾ അന്ന് ഞാൻ ചോദിച്ചു, എത്രയാണ് അങ്ങയുടെ ദക്ഷിണ? അയാൾ പറഞ്ഞു, ഞാൻ ബിസിനസ് നടത്താൻ വേണ്ടി വന്നതല്ല, ദക്ഷിണയാണ്, അത് നിങ്ങൾക്ക് എന്താണോ തൃപ്തിയുള്ളത് അത് തരിക, കുറഞ്ഞു പോയാൽ ഞാൻ പരിഭവമൊന്നും പറയില്ല. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, നിങ്ങളുടെ കയ്യിലുള്ളത്, നിങ്ങൾ കടം വാങ്ങിച്ചിട്ട് ചെയ്യരുത്. നിങ്ങളുടെ കയ്യിലുള്ളത് എന്തായാലും, അത് 1 രൂപയായാലും അത് സന്തോഷപൂർവ്വം തരിക, അതാണ് നമ്മുടെ ദക്ഷിണ. അങ്ങനെ ആൾക്കാരൊക്കെ കാണുമെന്ന് പറയാനില്ല ഇന്ന്. ഏതായാലും ഞാൻ പല സ്ഥലങ്ങളിലും പ്രഭാഷണത്തിന് പോകുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യം തന്നെയാണിത്. ഞാൻ അദ്ദേഹത്തിൽ നിന്നും പഠിച്ചതാണ്. ഞാൻ പല സ്ഥലത്തും പല വേദികളിലും ഇപ്പോൾ അയ്യപ്പ സത്രം നടത്താൻ പോകുന്നു, രാമായണ സത്രം നടത്താൻ പോകുന്നു, ആധ്യാത്മിക പ്രഭാഷണം നടത്താൻ പോകുന്നു, ഇങ്ങനെല്ലാം പോകുന്ന സമയത്ത് അവർ ചോദിക്കും, എത്രയാണ് നിങ്ങളുടെ ദക്ഷിണ? ഞാൻ പറഞ്ഞു, ദക്ഷിണ ഇല്ല, നിങ്ങൾ എന്താണോ സന്തോഷം, എൻ്റെ ഈ പ്രഭാഷണം അല്ലെങ്കിൽ എൻ്റെ ഈ സത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതാണ് തരിക, ചോദിച്ച് വാങ്ങുന്ന പരിപാടിയില്ല. അത് തന്നെ പറയാറ്. അത് ബിസിനസ്സാണ്. പല ആൾക്കാരും നമ്മുടെ വീടുകളിലേക്ക് വരാറുണ്ട്, പല കാര്യങ്ങൾക്കും മനസ്സിലാക്കാനും കർമ്മങ്ങൾക്കും മറ്റു പല കാര്യത്തിലും വരാറുണ്ട്. ഞാൻ അവരോട് പറയുന്നത്, പണം അത് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾക്ക് എന്താണോ യുക്തി അതൊന്ന് ഇല്ലെങ്കിൽ തരണ്ട.
തരണ്ടെന്ന് തന്നെ പറയും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് തരിക, ഇല്ലേ തരണ്ട. അപ്പോൾ ഇത്തരത്തിൽ ശ്രേഷ്ഠനായ വ്യക്തിയാണ് നിങ്ങൾക്ക് എന്ത് വേണ്ടത്, ഈ പറയുന്ന കർമ്മം ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വേണം. കാരണം തിരുവിതാംകൂർ ഭാഗത്ത് ഞാൻ പറഞ്ഞു, അവർ ഒരു ഗണപതി ഹോമം ചെയ്യാൻ പോലും കരാറാക്കിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന്. അതല്ലാതെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയെ കൊണ്ട് വേണം ചെയ്യിക്കാൻ. അറിയാവുന്ന ഏതൊരാളെ കൊണ്ട് ചെയ്യിക്കുക കേട്ടോ. അത് ഇന്നാൾ ചെയ്യണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. അത് ബ്രാഹ്മണൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈ നായർ ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അത് സ്ത്രീകൾക്കും ചെയ്യാം കേട്ടോ. സ്ത്രീകൾക്ക് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല കേട്ടോ. സ്ത്രീകൾക്കും ഗണപതി ഹോമം ചെയ്യാം. അപ്പോൾ അത് അറിയുന്ന ഏതൊരാളെ കൊണ്ടും നമുക്ക് ചെയ്യിക്കാം. നമ്മുടെ തൃപ്തിയാണ് ഏറ്റവും പ്രധാനം. പിന്നെ ചെയ്യുന്ന ആളുടെ കർമ്മം നല്ല മനസ്സോടുകൂടി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു ആചാര്യനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ വീട്ടിലുള്ള ആൾ എന്ത് വേണം, ഈ ഗണപതി ഹോമം നടത്തേണ്ടുന്നതിൻ്റെ ഒരു 3 ദിവസം മുന്നേ തന്നെ വീടും പരിസരവും ശുദ്ധമാക്കണം. 3 ദിവസം മുന്നേ തന്നെ അതിൻ്റെ തയ്യാറെടുപ്പ് വേണം. എന്തുകൊണ്ടാണ്? ഈ ഗണപതി ഹോമത്തിൻ്റെ ഏതെങ്കിലും ഒരു വസ്തു ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ശുദ്ധമായ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. ചില ആൾക്കാർ 2 ദിവസം മുന്നേ കൊണ്ടുവെക്കും. അരി കൊണ്ടുവെക്കും, അല്ലെങ്കിൽ ഇഷ്ടിക കൊണ്ടുവെക്കും, അങ്ങനെ പല സാധനങ്ങളും കൊണ്ടുവെക്കുമല്ലോ. ഇങ്ങനെ ഈ ഗണപതി ഹോമവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവെക്കുന്ന സാധനങ്ങൾ ആ വീട്ടിലേക്ക് കയറ്റുമ്പോൾ അവിടെ ശുദ്ധിയുള്ള അന്തരീക്ഷമായിരിക്കണം. മാത്രവുമല്ല, ഈ കാലയളവിൽ മത്സ്യമാംസാദികൾ ഉപയോഗിക്കാനേ പാടില്ല. ഏത് ഗണപതി ഹോമത്തിൻ്റെ ആദ്യത്തെ ആ 3 ദിവസം മുമ്പ് തന്നെ മത്സ്യമാംസാദികൾ ഉപയോഗിക്കാതെ ഈ വീട്ടുകാർ വ്രതശുദ്ധിയോടുകൂടി വേണം ഈ പറയുന്ന ഗണപതി ഹോമം നടത്താൻ തയ്യാറാവാൻ എന്നർത്ഥം. വീടും പരിസരവും വൃത്തിയാക്കണമെന്ന് പറഞ്ഞ് വീടിൻ്റെ അകത്തും വെളിയിലും വൃത്തിയാക്കണം. കാരണം വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ മാത്രം വൃത്തിയാക്കി വെളിയിലേക്ക് തള്ളിക്കഴിഞ്ഞാൽ വീടിനോട് ചേർന്ന്, തറയോട് ചേർന്ന് കാടും പടലും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. അവിടത്തേക്കായിരിക്കും ഈ അണുക്കളും മറ്റു കാര്യങ്ങളൊക്കെ വന്ന് നിറയുക. അപ്പോഴെന്താവും, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും വീടിനകത്തേക്ക് കയറും. അപ്പോൾ വീടിൻ്റെ പരിസരം കൂടി വൃത്തിയാക്കി ആ വീടിൻ്റെ ചുറ്റു, കാരണം ഈ ഗണപതി ഹോമം ചെയ്യുമ്പം എല്ലാ ജനാലകളും തുറന്നിട്ടിട്ട് അതിലൂടെ ഈ പുകകൾ പുറത്തേക്ക് പോകുന്ന വിധത്തിൽ, കാരണം ആ പരിസരം കൂടി ശുദ്ധിയാകണം. കാടും പടലെല്ലാം അത് ശുദ്ധമാകില്ല. അപ്പം അതൊക്കെ വൃത്തിയാക്കണം. വീടും പരിസരവും ശുദ്ധിയാക്കണം. വീട്ടിൽ അത് അടിച്ചു തോക്കുക എന്ന് മാത്രമല്ല, അത് തുടച്ച് വൃത്തിയാക്കുകയും വേണം. ഈ 3 ദിവസത്തിനുള്ളിൽ 3 ദിവസവും നമ്മൾ ചെയ്ത് അത്രയും നല്ലത്. അപ്പോൾ പ്രധാനമായിട്ട് വേണ്ടത് വീടും പരിസരവും വൃത്തിയാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീട്ടിൽ തന്നെ ഏറ്റവും ശുദ്ധമായ സ്ഥലത്ത് വേണം ഗണപതി ഹോമം നടത്താൻ. യഥാർത്ഥത്തിൽ ഗണപതി ഹോമം നടത്തേണ്ടുന്ന സ്ഥലം ഏതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. ഏറ്റവും നല്ലത് അടുക്കളയിലാണ്. കാരണം അടുക്കളയിലാണ് അഗ്നിയുടെ സാന്നിധ്യം എപ്പോഴും ഉള്ളത്. പരമാവധി അഗ്നികോണിലാണ്, വീടിൻ്റെ അഗ്നികോണിലാണ് അടുക്കള വരുന്നതെങ്കിൽ ഉത്തമം. അപ്പോൾ ആ അഗ്നികോണിൽ തന്നെ ഗണപതി ഹോമം നടത്തുകയാണെങ്കിൽ നല്ലത് എന്നർത്ഥം. അടുക്കളയിൽ ശുദ്ധിയായിട്ടുള്ള സ്ഥലത്ത് അടിച്ചു തുടച്ച് വൃത്തിയാക്കി അവിടെ ചെയ്യാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ആ ഏറ്റവും ശുദ്ധമായ സ്ഥലത്ത് ഗണപതി ഹോമം നടത്തുന്ന സമയത്ത് വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറാവണം. അത് ഭർത്താവാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ എനിക്ക് കുറച്ച് പണിയുണ്ട്, അതുകൊണ്ട് അടുക്കളയിലാണ് ഞാൻ പറയാൻ പറ്റില്ല. ആ സമയത്തിനുള്ള അടുക്കളയിലുള്ള ജോലികൾ മുഴുവൻ തീർക്കണം. വെളിയിൽ എന്തെങ്കിലും ജോലി ഉണ്ട് അത് തീർക്കണം. ഭർത്താവ് വെളിയിലും ഭാര്യ മാത്രം അവിടെ ഉണ്ടായിട്ട് കാര്യമില്ല, കുട്ടികൾ അവിടെ ആയിട്ട് കാര്യമില്ല. എല്ലാവരും ഒന്നിച്ചിരുന്ന് കൊണ്ട് വേണം ഗണപതി ഹോമം ചെയ്യാൻ. കാരണം കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ്, ഭാര്യയുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടല്ല, ഭർത്താവിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടല്ല, കുട്ടികളുടെ ഐശ്വര്യത്തിന് വേണ്ടിയല്ല, കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, കുടുംബത്തിലുള്ള നെഗറ്റീവ് എനർജി കളയാൻ വേണ്ടിയിട്ടാണ്. അവിടെ പോസിറ്റീവ് എനർജി ഉണ്ടാവണമെങ്കിൽ കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാരും എന്ത് വേണം, അവിടെ ഉണ്ടാകണം. അങ്ങനെ കുടുംബത്തിലെ എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടായിട്ട് വേണം ഈ ഗണപതി ഹോമം നടത്താൻ എന്നർത്ഥം. ഇനിയോ ഈ ഗണപതി ഹോമത്തിന് വേണ്ടുന്ന പല സാധനങ്ങളും നമ്മൾ മുൻപേ തയ്യാറാക്കുമല്ലോ. അതിൽ പ്രധാനമാണ് പ്ലാവിറക്. പ്ലാവിൻ്റെ വിറക്, പിലാവ് അല്ലെങ്കിൽ പ്ലാവ് എന്ന് പറയും, അതിൻ്റെ വിറക് നമ്മൾ ശേഖരിക്കും. അതുപോലെ തന്നെ ചകിരി നമ്മൾ ശേഖരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്ലാവിറകിൻ്റെ ഉള്ളിൽ ഉറുമ്പ്, ചെതല്, മറ്റ് പ്രാണികൾ, പുഴുക്കൾ, ഇത് ഈ പറയുന്ന ചകിരിയിലും അതുപോലെ തന്നെ പ്ലാവ് വിറകിൻ്റെ ഉള്ളിലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എന്ത് വേണം, പരമാവധി ഇത് നമ്മൾ വെയിലത്തിട്ട് ചൂടാക്കി തയ്യാറാക്കി എല്ലാം പോയതിന് ശേഷം വേണം നമ്മൾ ഇതിനു വേണ്ടി തയ്യാറാക്കാൻ. അയ്യോ, കർക്കിടകത്തിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് എവിടെ വെയിലുണ്ടാവുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ
നമ്മളെന്ത് വേണം, ഏതെങ്കിലും തരത്തിൽ അടുപ്പ് നമ്മൾ കത്തിക്കുന്ന ആൾക്കാരെങ്കിൽ അടുപ്പിൻ്റെ പരിസരത്ത് കൊണ്ടുപോയിട്ട് അടുപ്പിൻ്റെ മുകളിൽ വെക്കരുത്, കാരണം ചൂട് കെട്ടേ ചത്തുപോകും. അപ്പോൾ ആ അടുപ്പിൻ്റെ പരിസരത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ചൂട് കൊണ്ട് അതെല്ലാം വിട്ടുപോകും എന്നർത്ഥം. അപ്പോൾ അത് ഉണ്ടാവാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഹോമകുണ്ഡം, ഇന്ന് നമുക്ക് റെഡിമെയ്ഡ് ഹോമകുണ്ഡം കിട്ടും. നമ്മുടെ ആധ്യാത്മികം സ്റ്റോറിലൂടെ ഹോമകുണ്ഡം വിൽപ്പനക്കുണ്ട്. 1 അടിയിലുണ്ട്, 1.5 അടിയിലുണ്ട്, 2 അടിയുടെയൊക്കെ ഹോമകുണ്ടുണ്ട് ഇരുമ്പിൻ്റെ. അത് നമുക്കൊന്നുമില്ല, വേഗം അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, എപ്പോഴും വേണമെങ്കിൽ നമുക്ക് ഹോമം ചെയ്യാം. അത് കർമ്മം കഴിഞ്ഞാൽ എടുത്ത് മാറ്റാം. വീടും പരിസരമൊന്നും വൃത്തികേടാവില്ല. അതിൻ്റെ കാല് വരുന്നിടത്ത് എന്തെങ്കിലും കട്ടിയുള്ള സാധനം വെക്കണം. കാരണം വെച്ചാൽ ചൂട് ആ ടൈൽസിന് അല്ലെങ്കിൽ നിലത്ത് പറ്റാതിരിക്കാൻ വേണ്ടി അവിടെ ഒന്നിക്കലും നല്ലപോലെ പേപ്പർ മടക്കി വെക്കുമോ, അതിന് അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു കല്ലെടുത്ത് വെക്കുമോ, അങ്ങനെ ചെയ്യാം. ഹോമകുണ്ഡം അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ആധ്യാത്മികത്തിന് വേണ്ടിയിട്ട് സ്റ്റോറുണ്ട്, മാതൃകാ ഹിന്ദു ഗ്രാമത്തിൻ്റെ. അപ്പോൾ ആ സ്റ്റോറിലൂടെ നിങ്ങൾക്ക് കിട്ടും. അതിന് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് അവരുടെ നമ്പർ തരും. ആ നമ്പറിലൂടെ തന്നെ ബന്ധപ്പെട്ടാൽ മതിയാകും. അവിടെ കട്ടെ. ഇനി അതല്ല എങ്കിൽ ഇഷ്ടിക ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഇഷ്ടിക നമ്മൾ കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കണം വീട്ടുകാർ. ചിലപ്പോൾ നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും, അത് അങ്ങനെ എടുത്തിട്ട് എനിക്ക് കൊണ്ടുവരുന്നുണ്ടാവും. അതിനിടയിൽ പുഴുക്കളും പ്രാണികളും ഒക്കെ ഉണ്ടാവും, ചളിയൊക്കെ ഉണ്ടാവും. അത് പാടില്ല. അത് കഴുകി ശുദ്ധി ചെയ്ത് വെച്ചതായിരിക്കണം. ഇനി പുതിയതാണെങ്കിൽ പോലും ഒന്ന് കഴുകുന്നത് നന്നായിരിക്കും. അപ്പോൾ ആ ഇഷ്ടിക എത്ര എണ്ണമാണോ ആ എണ്ണത്തിനനുസരിച്ച് നമ്മൾ അവിടെ സജ്ജമാക്കിയിട്ട് വെക്കണം. വെയിലും മഴയും കൊള്ളാതെ ഈ 3 ദിവസത്തിന് മുമ്പ് തന്നെ നമ്മൾ തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ്. ഇനി ഈ ഇഷ്ടിക നമ്മൾ വെക്കുമ്പോൾ അതിനുള്ളിൽ നമ്മൾ മണൽ വിരിക്കാറുണ്ട്. പൂഴി എന്ന് പറയും, മണൽ വിരിക്കും. എന്തിനാ? ഈ മണൽ വിരിച്ചു കഴിഞ്ഞാൽ അത് ചൂട് നമ്മുടെ ഈ പറയുന്ന നിലത്തിന് ടൈൽസോ മാർബിളോ ഗ്രാനൈറ്റോ ആണെങ്കിൽ അവിടത്തേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വതവേ ഈ ഗണപതി ഹോമം ചെയ്യുമ്പോൾ ഇപ്പോൾ ഗ്രാനൈറ്റും ടൈൽസൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ നിലത്ത് ആദ്യം പേപ്പർ വിരിക്കും. നല്ലപോലെ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് എന്ത് വെക്കുക, ഈ പറയുന്ന ഇഷ്ടിക കളാക്കി വെച്ച് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മണൽ നിറക്കുന്നത്. കാരണം ഈ ഭൂമിക്ക് യാതൊരുവിധ ദോഷവും പറ്റാത്ത വിധത്തിൽ. ആ മണലിൻ്റെ ഉള്ളിലും എന്ത് വേണം, പുഴുക്കളോ പ്രാണികളോ മറ്റെന്തെങ്കിലും ഇഴജന്തുക്കളോ എന്തെങ്കിലും ഉണ്ടോ നോക്കണം കേട്ടോ. അപ്പോൾ ആ മണൽ നല്ലതുപോലെ വെയിലത്തിട്ട് ഉണക്കിയ സാധനം നമ്മൾ ചാക്കിൽ കെട്ടിയിട്ട് എവിടെയെങ്കിലും ഭദ്രമായി വെക്കുന്നതായിരിക്കും നല്ലത്. അത് മുൻകൂട്ടി നമ്മൾ തയ്യാറാവണം. സ്ഥിരമായിട്ട് അല്ലെങ്കിൽ മാസത്തിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ അങ്ങനെ ആ മണലൊക്കെ തയ്യാറാക്കി അവിടെ വെക്കണം എന്നർത്ഥം. ഈ വസ്തുക്കൾ മറ്റൊന്നിനും ഉപയോഗിച്ചത് ആവരുത്. ഇപ്പം മണൽ നമ്മൾ എടുക്കുന്നുണ്ട്, ആ മണൽ മറ്റേതെങ്കിലും ഒരു വൃത്തികെട്ട അല്ലെങ്കിൽ പാചകം ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ കടല വറക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാലൻസ് ആവരുത്. വീടിന് ജോലിക്ക് കൊണ്ടുവന്നതിൻ്റെ ബാലൻസ് ആവാം, അതല്ലാതെ അതിൻ്റെ അകത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യരുത്. ഇപ്പം നമ്മൾ ഇഷ്ടികയാണ്, ആ ഇഷ്ടിക നമ്മൾ അടുപ്പ് കൂട്ടാൻ ഉപയോഗിക്കുന്നത് അടുപ്പിൻ്റെ അടുത്ത് എടുത്ത് കൊണ്ടുവന്നിട്ട് ചെയ്യരുത്. മതിൽ കെട്ടേണ്ടതാണ്, ആ മതിൽ എടുത്തിട്ട് പിഴുതെടുത്തിട്ട് കൊണ്ടുവരുന്നത് ശരിയല്ല. അത് മതിലായിട്ട് അംഗീകരിച്ചതാണ്. അപ്പോൾ മറ്റൊന്നിനും ഉപയോഗിക്കാത്തത് ആയിരിക്കണം എന്നർത്ഥം. അപ്പോൾ ആ തരത്തിൽ ഈ പറയുന്ന ഇഷ്ടികയും മണലും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ തയ്യാറാക്കി വെക്കുക. ഇനി എന്ത് വേണമെന്നറിയോ, ഈ ഗണപതി ഹോമം ചെയ്യുന്ന അവസരത്തിൽ ഏറ്റവും ഉത്തമം നമുക്കെല്ലാവർക്കും അറിയാം, ഞാനത് പറയേണ്ട ആവശ്യമില്ല. എന്താണ്? പരമാവധി സൂര്യോദയത്തിന് മുമ്പ് ചെയ്യണം. അതേസമയം തന്നെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ അത് ചെയ്ത് തീർക്കും വേണം. സൂര്യൻ ഉദിച്ചതിന് ശേഷമോ അസ്തമിക്കുന്നതിന് മുമ്പോ പകൽ വെളിച്ചത്തിൽ ഗണപതി ഹോമം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഏറ്റവും നല്ലത് ഇരുട്ടിനെ മാറ്റി വെളിച്ചമുണ്ടാക്കി ജീവിതത്തിൽ പ്രകാശമുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പുലർച്ചയ്ക്ക് സരസ്വതി യാമത്തിലോ ബ്രഹ്മമുഹൂർത്തത്തിലോ ഏതെങ്കിലും ഘട്ടത്തിലോ ചെയ്യുന്നതാണ് ഉത്തമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കർമ്മം ചെയ്ത് തീരുമ്പോഴേക്കും പ്രകാശം വരും. ഈ പ്രകാശം വരുന്നത് പോലെ നമ്മുടെ കുടുംബത്തിലും എന്തുണ്ടാകണം? പ്രകാശമുണ്ടാകണം എന്നുള്ള ഒരു ചിന്തയാണ് ഇത്തരത്തിൽ ആ സമയത്ത് തന്നെ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇനി ഈ ഗണപതി ഹോമം ചെയ്യുന്ന അവസരത്തിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഈ ഗണപതി ഹോമത്തിൻ്റെ ആ ഹോമകുണ്ഡത്തിൻ്റെ ചുറ്റുമായിട്ട് ഇരിക്കേണ്ടതാണ്. നിൽക്കാൻ പാടില്ല, ഇരിക്കണം അവിടെ. ആ പൂജാരി കർമ്മം ചെയ്യുന്ന അവസരത്തിൽ നമ്മളും അതിന് ചുറ്റും ഇരുന്ന് ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ഇത് എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ്, എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിന് വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ആ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, മൂലമന്ത്രങ്ങൾ ജപിക്കുക, ഗണപതി ഭഗവാനെ സ്തുതിച്ചും കൊണ്ട് വേണം നമ്മൾ അവിടെ ഇരിക്കാൻ. ഈ കർമ്മി ഏതെങ്കിലും മന്ത്രം ജപിക്കുമ്പോൾ അത് നമുക്കറിയുന്നതാണെങ്കിൽ അതിനോടൊപ്പം നമുക്ക് ജപിക്കാൻ പറ്റും എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക.
അപ്പോൾ അത്തരത്തിൽ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ആ പൂജ ചെയ്യുമ്പോൾ അതിലും നമ്മൾ പങ്കാളിയായിക്കൊണ്ട് കർമ്മം കഴിയുന്നത് വരെ നമ്മൾ അവിടെ നിന്ന്, എന്നിട്ടോ ശ്രേഷ്ഠനായ ഒരു കർമ്മിയാണെങ്കിൽ നമ്മൾ എന്ത് വേണം? അദ്ദേഹം നമ്മളോട് ഒരു കാരണവശാലും അതിന് കണക്ക് ചോദിക്കില്ല. അയ്യോ 1 രൂപ തന്നാൽ അവർ സന്തോഷമാണ്. എന്നാൽ അവർക്കൊരു മുഷിച്ചലില്ലാത്ത വിധത്തിൽ നമ്മൾക്കും തൃപ്തിയുണ്ട്. കർമ്മം ചെയ്തത് നമുക്ക് തൃപ്തിയായിട്ടുണ്ടെങ്കിൽ ആ കർമ്മിക്ക് തൃപ്തിയാകും വിധത്തിൽ വേണം ദക്ഷിണ കൊടുക്കാൻ. കർമ്മിക്ക് തൃപ്തിയാകും വിധത്തിൽ എന്ന് പറയുമ്പോൾ ആർത്തിയുള്ള ഒരാൾക്കാണെങ്കിൽ ഒരിക്കലും തൃപ്തിയാവില്ല. 1000 രൂപയാണ് നമ്മൾ ദക്ഷിണ കൊടുത്തെങ്കിൽ അവന് 10,000 കിട്ടിയാലും തൃപ്തിയാവില്ല. പക്ഷെ നമ്മൾ എന്ത് കൊടുത്താലും തൃപ്തിയാവുന്ന ഒരാളാണെങ്കിൽ നമുക്ക് 2 രൂപ അധികം കൊടുത്താലും മോശമില്ല. കാരണം എന്താ? അവരെത്ര കണ്ട് സന്തോഷിക്കുന്നു അത്രയും സന്തോഷം ഈ കർമ്മത്തിനുമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആർത്തിയുള്ള ഒരാളെ നമ്മൾ വിളിക്കരുത് എന്ന്. ആർത്തി ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുത്താൽ നന്നായിരിക്കും. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ വീടിൻ്റെ നിർമ്മാണം നടത്തുന്ന സമയത്ത് വീടിന് വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വീടിൻ്റെ ആ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെ വിളിച്ചു. കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ്. അപ്പോൾ കർമ്മം ചെയ്ത ഞാൻ ഒരാളോട് ചോദിച്ചു, എത്രയാണ് ഇതിന് പൈസ ആവുമോ എന്ന് ചോദിച്ചു, ദക്ഷിണയായിട്ട് എത്രയാവുമെന്ന് ചോദിച്ചു. അന്ന് അയാൾ എന്നോട് പറഞ്ഞു, ഒരു 5000 രൂപ കയ്യിൽ കരുതിക്കോളൂ എന്നാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടോ. അത്രയും വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറഞ്ഞാൽ പൊതുവേ അത്രയൊന്നുമില്ല, അതിൻ്റെ 10-1 അപ്പോൾ ഇയാൾ പറഞ്ഞത് ഒരു 5000 രൂപ കയ്യിൽ കരുതിക്കൊള്ളുന്നേ ഉള്ളൂ. കാരണം വെച്ചാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂറില്ല സമയം. ഞാൻ എന്നിട്ട് മറ്റൊരാളെ സമീപിച്ചു. ഞാൻ ഇദ്ദേഹത്തിനോട് ഡേറ്റ് എല്ലാം കൊടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അയ്യോ അത്രയും വലിയ പൈസയും കൊടുത്തിട്ട് ബിസിനസ്സുകാരനായ ഒരാളെ ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു, എനിക്കൊരു കർമ്മീനെയാണ് വേണ്ടത്, അല്ലാണ്ട് ബിസിനസ്സുകാരനെ അല്ല വേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറയുന്നത്. അതിനുശേഷം ഞാൻ വേറൊരാളെ കണ്ടു, ഒരു ശ്രീധരാട്ടനാണ്. ശ്രീധരാട്ടനോട് ചോദിച്ചാൽ എനിക്ക് ഇങ്ങനൊരു കർമ്മം ചെയ്യാനുണ്ട്, എന്താണ്? വാസ്തുപരമായിട്ട് ചെയ്യേണ്ട കർമ്മമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനെന്താണ്, ഇപ്പോൾ ഞാൻ വരാം, എപ്പോഴായാലും ഞാൻ വന്ന് ചെയ്തോളാം. എന്നിട്ട് ഞാനൊരു സംശയത്തിൽ ചോദിച്ചു, എത്രയാണ് നിങ്ങളുടെ ദക്ഷിണ? അതങ്ങനെയൊന്നുമില്ല, ചില ആൾക്കാർ 500 തരും, ചില ആൾക്കാർ 600 തരും, ചില ആൾക്കാർ 700 തരും എന്നാണ് പറഞ്ഞത്. അപൂർവം ചില ആൾക്കാർ 700 രൂപ തരും എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അന്ന് ശരാശരി 500 രൂപയാണ്. ആ സമയത്താണ് 5000 രൂപ ഒരാൾ ചോദിച്ചതെന്ന് ആലോചിക്കണം. ഞാൻ അയാളെ സന്തോഷപൂർവ്വം ആ കർമ്മത്തിന് ക്ഷണിച്ചു. ഇയാൾ പറഞ്ഞത് 500 തരുന്നാളുണ്ട്, 600 തരുന്നാളുണ്ട്, 700 തരുന്നാൾ. അപ്പോൾ ഇയാൾക്ക് പരിഭവമില്ല, എന്ത് തന്നാൽ ഇയാൾ വാങ്ങിക്കും. കർമ്മം കഴിഞ്ഞതിന് ശേഷം ഞാൻ 1000 രൂപ അദ്ദേഹത്തിന് കൊടുത്തു. കാരണം എന്താ? എനിക്കും സന്തോഷമായി, അയാൾക്കും സന്തോഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കർമ്മം ചെയ്യുന്ന ആൾക്കാരെ മുഷിച്ചലോടുകൂടി വിടരുത്. അത് ഏത് കർമ്മത്തിനായാലും അവർക്കൊരു സന്തോഷം വേണം, പക്ഷെ പിടിച്ചു പറിക്കാരെ കൊണ്ട് ചെയ്യിക്കരുത്. ഇതിനു ശേഷം ആ ഗണപതി ഹോമത്തിൽ നിന്നും കിട്ടുന്ന പ്രസാദമുണ്ടല്ലോ, ആ പ്രസാദം നമ്മൾക്ക് തരുമ്പോൾ നമ്മൾ ദക്ഷിണ കൊടുക്കണം, അതതിൻ്റെ കണക്ക്. അപ്പോൾ ആ പ്രസാദം നമ്മൾ കുടുംബത്തിലെ എല്ലാവരും യൂസ് ചെയ്യണം, ഉപയോഗിക്കണം. പക്ഷി മൃഗാദികൾക്കടക്കം നമ്മൾ കൊടുക്കണം. അതെല്ലാം നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. പട്ടിയാവട്ടെ, പൂച്ചയാവട്ടെ, പക്ഷികളാവട്ടെ, എല്ലാം നമ്മുടെ കുടുംബത്തിൽ, അവർക്കെല്ലാം ഇത് കൊടുക്കണം. പറ്റുമെങ്കിൽ അയൽവാസികൾക്കും നമ്മൾ കൊടുക്കുക. അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് നമ്മുടെ കുടുംബജീവിതം ആ ഗണപതി ഹോമ കർമ്മത്തോടുകൂടി നമ്മുടെ കുടുംബത്തിന് അന്തരീക്ഷം തന്നെ മാറ്റിമറിക്കണം. നമ്മുടെ ആ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി ആക്കാൻ കഴിയണം എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നാളുകളിൽ നിങ്ങൾ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലെങ്കിലും ഈ ഗണപതി ഹോമത്തിന് വേണ്ടി നിങ്ങളുടെ വീടിനെ സജ്ജമാക്കണം. മാത്രവുമല്ല, ഇനി നമുക്ക് സ്വന്തമായിട്ട് ഈ ഗണപതി ഹോമം ചെയ്യുന്നതിനുള്ള കാര്യങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി ഞാൻ അടുത്ത് തന്നെ നിങ്ങളുടെ മുന്നിലെത്തും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. ഏതായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.